ആർട്ടിമീസ് 2 ദൗത്യ സംഘാംഗങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ചരിത്രം കുറിച്ച നാസയുടെ ആർട്ടിമീസ് 2 ദൗത്യ സംഘം ഇപ്പോൾ പസഫിക് സമുദ്രത്തിൽ നിന്ന് ഈ ഓറിയോൺ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഓറിയോൺ പേടകം പസഫിക് സമുദ്രത്തിലെ സാന്റിയാഗോ തീരത്ത് വിജയകരമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തതിനു ശേഷം മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം അവർ പുറത്തേക്ക് വരികയാണ്. സായി നമുക്കൊപ്പം സ്പേസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സായി, വെരി ഗുഡ് മോർണിംഗ് സായി. മനോഹരമായ നിമിഷമാണ്. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്ന ഓറിയോൺ പേടകത്തിൽ നിന്ന് അവർ പുറത്തു വരികയായി. നമ്മളുടെ ഓരോരുത്തരുടെയും അഭിമാനം ചന്ദ്രനോളം ഉയർത്തിക്കൊണ്ടല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ആ ചരിത്ര നേട്ടം സ്വന്തമാക്കി ആ 4 യാത്രാ സംഘം ഇതാ പുറത്തേക്ക് വരികയാണ്. 4 പേരും സുരക്ഷിതരാണ്, യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും അവർക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സംഘാംഗങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, ജെർമി ഹാൻസൺ അടക്കമുള്ള 4 പേരും സുരക്ഷിതരാണ് എന്ന് നേരത്തെ തന്നെ നാസ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. പേടകത്തിനകത്തേക്ക് 4 വൈദ്യ പരിശോധന ടീം കടന്ന് പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ 4 സംഘത്തെ ഓരോരുത്തരെയായി പുറത്തേക്ക് എത്തിക്കുന്നത്. ഇനിയിപ്പോൾ അവരെ കപ്പലിലേക്ക് മാറ്റും. അവിടെ വെച്ചും മെഡിക്കൽ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും നാസയുടെ ഔദ്യോഗിക കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുക. അവരെ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന ക്രൂ അംഗങ്ങളാണ് ആ 4 പേർ അല്ലേ? ക്രിസ്റ്റീന കോക്കും അടക്കമുള്ള 4 അംഗ സംഘം ഇപ്പോൾ ഇതാ അവർ പേടകത്തിൽ നിന്ന് സൈഡ് ഹാച്ച് വഴി പുറത്തേക്ക് എത്തിയിരിക്കുന്നു. US നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, കാനഡക്കാരനായ ജെറമി ഹാൻസൺ എന്നിവരെ നമുക്ക് കാണാൻ പറ്റും. അവിടെ മനോഹരമായ 4-5 ബലൂണുകൾ പോലെയുള്ള പാരച്യൂട്ടുകൾ കളിപ്പിച്ചിരിക്കുന്ന ഓറിയോൺ പേടകത്തിന്റെ വാതിൽ തുറന്ന് അവരിപ്പോൾ US-ന്റെ പ്രത്യേക ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ക്രൂ അംഗങ്ങളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. 4 പേരെയും അല്ലേ? ഓറഞ്ച് നിറത്തിലുള്ള റിഫ്ലക്ടർ ധരിച്ച വസ്ത്രം ധരിച്ചവരാണവർ. അതെ, തീർച്ചയായും ആ 4 പേരെയും പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ നാസയുടെ ഔദ്യോഗിക സെന്ററിൽ ഇപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ഡോക്ടർ അരുൺകുമാർ, തങ്ങളുടെ സഹപ്രവർത്തകർ ആ ഒരു സ്വപ്ന നേട്ടം സ്വന്തമാക്കി മടങ്ങിയെത്തുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി ആ സെന്ററിൽ വെച്ചുകൊണ്ടാണ് നിയന്ത്രിച്ചിരുന്നത്. ആ വിജയകരമായ ദൗത്യം അതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി ഈ പേടകത്തിൽ നിന്ന് അവരെ പുറത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി ആർട്ടിമിസ് 2 ദൗത്യം സക്സസ്ഫുൾ ആണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമുള്ള വലിയ ആഘോഷ പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. 4 യാത്രികരെയും ഇപ്പോൾ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും ഒടുവിലാണ് ഇതിന്റെ കമാൻഡറായിട്ടുള്ള റീഡ് വെയ്സ്മാനെ പുറത്തേക്ക് എത്തിക്കുന്നത്. എല്ലാവരെയും ഇപ്പോൾ ലൈഫ് ബോട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉടൻ തന്നെ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലിലേക്ക് അവരെ മാറ്റും. അതിനുശേഷം ഈ കപ്പലിൽ വെച്ചും ഏറ്റവും ആധുനികമായിട്ടുള്ള പരിശോധനകൾ അവർക്ക് നടത്തും. ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടോ എന്ന് പരിശോധിക്കും. നേരത്തെ അപ്പോളോ ദൗത്യമൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ദുഷ്കരമായിട്ടുള്ള ക്വാറന്റൈനൊക്കെ യാത്രികർക്ക് വേണ്ടി വന്നിരുന്നു. പക്ഷെ നിലവിൽ അത്തരം ക്വാറന്റൈൻ വേണ്ടിവരില്ല. സ്വാഭാവികമായും വേണ്ടിവരുന്ന ചില ക്വാറന്റൈൻ മാത്രമേ വേണ്ടി വരികയുള്ളൂ. 11 ദിവസം 11 ലക്ഷം കിലോമീറ്റർ ആണ് ഈ പേടകം സഞ്ചരിച്ചത് സായി. ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ മനുഷ്യൻ നടത്തിയ ഏറ്റവും വലിയ ദൂരമുള്ള ബഹിരാകാശ യാത്രകൾ ഒന്നായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 4 പേരും 11 ദിവസം കൊണ്ട് ഇതേ ഓറിയോൺ പേടകത്തിലിരുന്ന് ചന്ദ്രനെ വീക്ഷിച്ചു. അതും ചന്ദ്രന്റെ ചില തലങ്ങളിലേക്ക് അവരുടെ യാത്ര വളരെ ആവേശകരമായിരുന്നു. എയർജെറ്റ് എന്നൊക്കെ പറയുന്ന ചന്ദ്രന്റെയും ഭൂമിയുടെയും മറുഭാഗത്തേക്ക് എത്തുകയും അവിടെ ഭൂമിയിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങളുണ്ട്. വളരെ അഡ്വഞ്ചറസ് ആയ നിമിഷങ്ങളായിരുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. അവസാനത്തെ സ്പ്ലാഷ് ഡൗണിനെടുത്ത 15 മിനിറ്റും നമ്മളെല്ലാവരും ശരിക്കും കോരിത്തിരിച്ചിരുന്നു പോയ നിമിഷങ്ങളാണ്. അതിൽ ഏകദേശം 6 മിനിറ്റോളം കമ്മ്യൂണിക്കേഷൻ ഈ കൺട്രോൾ സെന്ററുമായിട്ടുണ്ടാവില്ല. ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലാണ് ഈ പേടകം ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തിറങ്ങിയത്. 15 മിനിറ്റ് സമയം ഏകദേശം 2800 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ ഒരു തീഗോളമായിട്ടാണ് ഈ ഓറിയോൺ പേടകം പസഫിക് സമുദ്രത്തിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. അത്യന്തം അഡ്വഞ്ചറസ് ആയ, അത്യന്തം അപകടകരമായ ഒരു മിഷനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേരും വളരെ സുരക്ഷിതരായി, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് പസഫിക് സമുദ്രത്തിലെത്തി ഓറിയോൺ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അവരെ ഇപ്പോൾ ബോട്ടിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഇവരെ എയർലിഫ്റ്റ് ചെയ്തായിരിക്കും കൊണ്ടുപോവുക. ഭൂമിയിൽ നിന്ന് ഏകദേശം 4,06,771 കിലോമീറ്റർ സഞ്ചരിച്ച് ചന്ദ്രന് ചുറ്റും പറന്നാണ് ഈ ഓറിയോൺ പേടകം ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ ഇപ്പോൾ പ്രത്യേക സ്പീഡ് ബോട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇനി എയർലിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവരെ US നേവി ഷിപ്പായ USS ജോൺ പി മർത്തയിലേക്ക് കൊണ്ടുപോവുക അല്ലേ?
തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ സജ്ജമാണ്. USS ജോൺ പി മർത്ത എത്രയോ നേരമായി അവിടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി യാത്രികർക്കായി കാത്തു നിൽക്കുകയാണ്. 5:37 തന്നെ സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചു. പിന്നീട് സ്വാഭാവികമായും നാസ ഈ പുറത്തേക്ക് എത്തിക്കുന്നതിന് എടുക്കും എന്ന് പറഞ്ഞ ഒരു സമയം തന്നെയാണ് കൃത്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ യാത്രികരെ പുറത്തേക്ക് എത്തിക്കുന്നത്. ഇനിയിപ്പോൾ ആ പേടകമടക്കം വീണ്ടെടുക്കുന്ന നടപടികളുണ്ട്. അതൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് കടക്കണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റീഡ് വെയ്സ്മാനെ കൂടി പുറത്തേക്ക് എത്തിച്ചവരെ ലൈഫ് ബോട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ ആർട്ടിമിസ് 2 കടന്നു പോകുന്നത്. ആർട്ടിമിസ് 1 സമയത്തൊക്കെ സ്പ്ലാഷ് ഡൗണിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് കുറച്ചുകൂടി നീണ്ടുപോയത്. പക്ഷേ ഇപ്പോൾ ആർട്ടിമിസ് 2 എത്തുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് സായി ഇവരെ ഇപ്പോൾ നേരെ കൊണ്ടുപോകുന്നത് കപ്പലിൽ എത്തിച്ചതിന് ശേഷം പ്രാഥമിക വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അവരെ ഹെലികോപ്റ്റർ വഴി കരയിലേക്ക് മാറ്റും. കരയിലേക്ക് കൊണ്ടുപോകുന്നത് കാലിഫോർണിയയിലെ സാൻ ഡിഗോയിലുള്ള നേവൽ എയർ സ്റ്റേഷൻ നോർത്ത് ഐലൻഡിലേക്കായിരിക്കും ഇവരെ ആദ്യം കൊണ്ടുപോവുക. അതായത് ഇപ്പോൾ ഇവരെ ഈ ഓറിയോൺ പേടകത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ഇവരെ മാർത്ത കപ്പലിലേക്ക് കൊണ്ടുപോകും. ആ കപ്പലിലേക്ക് കൊണ്ടുപോയതിനു ശേഷം എയർലിഫ്റ്റ് ചെയ്തായിരിക്കും കാലിഫോർണിയയിലേക്ക് കൊണ്ടുപോവുക. കാലിഫോർണിയയിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ ടെക്സാസിലെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ വെച്ച് ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് അഥവാ JSC എന്നറിയപ്പെടുന്ന ഈ സ്പേസ് സെന്ററിൽ വെച്ച് യാത്രികരുടെ കുടുംബാംഗങ്ങളും നാസയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അവരെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടാവും. ഹൂസ്റ്റണിൽ എത്തിയാൽ യാത്രികർ കർശനമായ നിരീക്ഷണത്തിലായിരിക്കും. ഒരുപക്ഷെ ചെറിയൊരു ക്വാറന്റൈൻ കാലം അവർക്കുണ്ടാവും. കാരണം ഇവർ മൈക്രോഗ്രാവിറ്റി അഥവാ ദീർഘനാൾ ഭാരമില്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞതിനു ശേഷം ഭൂമിയിലേക്ക് തിരികെ എത്തുന്നത് വലിയ വെല്ലുവിളിയാകുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു മെഡിക്കൽ ചെക്കപ്പ് കപ്പലിലെത്തിയാൽ ഉടൻ നൽകുകയായിരിക്കും ആദ്യം ചെയ്യുക. അപകടകരമായ ബാക്ടീരിയകൾ ചന്ദ്രനിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുള്ളതിനാൽ യാത്രികർക്ക് കർശനമായ ക്വാറന്റൈൻ കഴിഞ്ഞ തവണത്തെ പോലെ സ്പേസ് സെന്ററിലേക്ക് ചെലവഴിച്ച സമയം പോലെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ക്വാറന്റൈൻ കാര്യമായിട്ടുണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം അവർക്ക് ചേരാൻ കഴിയും. വെൽക്കം ഹോം എന്നോ മറ്റോ അവർ മെസ്സേജ് കൂടി ഇപ്പോൾ നാസയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ തിരികെ അവർ മടങ്ങുകയാണ് പസഫിക് സമുദ്രത്തിൽ. മനോഹരമായ കാഴ്ച. ഒരുപക്ഷെ സായി ശാസ്ത്രലോകത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടത് മാറുകയാണ്. ഇനി ആർട്ടിമിസ് 3 എന്നൊരു ദൗത്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അവിടെ ചന്ദ്രനിൽ നമ്മൾ കാൽ പതിപ്പിക്കാൻ പോകുന്നു. അപ്പോളോ ദൗത്യത്തിന് അരനൂറ്റാണ്ടിനു ശേഷം ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച് ചന്ദ്രൻ ഏറ്റവും തൊട്ടരികിലെത്തി. ചന്ദ്രന്റെ കാണാത്ത മറകൾക്കപ്പുറത്തേക്ക് കാണാത്ത പ്രതലങ്ങൾ കണ്ട് ഏകദേശം 10,000-ഓളം ചിത്രങ്ങൾ എടുത്താണ് സംഘം മടങ്ങുന്നത്. മനോഹരമായ കാഴ്ച. US-ന്റെ നേവി ഷിപ്പുകൾ, ചെറിയ ഷിപ്പുകളുണ്ട്, ഹെലികോപ്റ്ററുകൾ കറങ്ങുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ നേവൽ ഷിപ്പിലേക്ക് എത്തിച്ചതിന് ശേഷം അവരെ കരമാർഗമാണ് കാലിഫോർണിയയിലേക്ക് മാറ്റാൻ പോകുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. മനോഹരം. ഇതിനുശേഷം ഈ പേടകവും കരയിലേക്ക് മാറ്റും. കെന്നഡി സ്പേസ് സെന്ററിലേക്കായിരിക്കും മാറ്റുക. ഈ 2200 ഡിഗ്രി സെൽഷ്യസിനെ അതിജീവിച്ച് ഈ പേടകത്തിന്റെ പ്രതലത്തെക്കുറിച്ചുള്ള പരിശോധനകളും പഠനങ്ങളും അവിടെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ 4 പേരെയും കൊണ്ടുള്ള ചെറിയ പേടകം പേടകത്തിൽ നിന്ന് അവർ പുറത്ത് കടന്ന് അവർ ഈ നേവിയുടെ ഷിപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ. മനോഹരമായ ദൃശ്യങ്ങളാണ്. നീല ജലാശയത്തിനുള്ളിൽ ഇന്ന് രാവിലെ 5:30 അവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിച്ചത്. ഏകദേശം 15 മിനിറ്റ് നേരം നീണ്ടുനിന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനാണത് ലോകം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. 2200 ഡിഗ്രി സെൽഷ്യസിൽ കിലോമീറ്ററിൽ 40,000 km/h എന്ന വേഗതയിലാണ് ആർട്ടിമിസ് 2 ദൗത്യസംഘത്തിന്റെ ഓറിയോൺ പേടകം ഭൂമിയിലേക്ക് പസഫിക് സമുദ്രത്തിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്തിറങ്ങിയത്. ഏറെ സങ്കീർണമായിരുന്ന ഒരു ദൗത്യത്തിന് അന്ത്യമായിരിക്കുന്നു, പരിസമാപ്തിയായിരിക്കുന്നു.